മൊട്ടക്കുന്ന് എന്ന സ്ഥലമാണ്. മൊട്ടക്കുന്നല്ലേ ഇത്? മുട്ടക്കുന്ന് എന്ന സ്ഥലമാണിത്. അപ്പോൾ നല്ല പ്രകൃതി മനോഹരമായ നല്ല ഒരു കാഴ്ചയാണ് കൂട്ടുകാരെ. അപ്പോൾ നല്ല പ്രകൃതി മനോഹരമായ നല്ല ഒരു കാഴ്ചയാണ് കൂട്ടുകാരെ. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണിത്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. നമ്മുടെ കൂടെ വന്നവരൊക്കെ എങ്ങോട്ടൊക്കെയോ പോയി. ഇപ്പം ഞങ്ങൾ 4 പേരും ഇവിടെ നിന്ന് റീൽസൊക്കെ എടുത്ത് ഞങ്ങൾ 4 പേരും നല്ല ഒരു സ്ഥലമാണിത്. നമുക്കൊത്തിരി ഇഷ്ടപ്പെടും. ശ്വാസപ്പെട്ടത് കേട്ടോ. ഇവിടെ നിന്ന് ഈ മുകളിൽ നിന്ന് കാണുന്നൊരു കാഴ്ച അതിമനോഹരമായൊരു കാഴ്ച തന്നെയാണ്. കേട്ടോ, ഞാൻ നിങ്ങൾക്ക് കൂടിയൊന്ന് കാണിച്ചു തരിക. ഇത് നേരിട്ട് കൂട്ടുകാരെ, എനിക്ക് നന്നായിട്ട് ശ്വാസം മുട്ടുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ കൊറോണ വന്ന് 2 പ്രാവശ്യം കൊറോണ വന്നേ. അപ്പോൾ അന്ന് തൊട്ട് എനിക്ക് ഇച്ചിരി ഒരു ശ്വാസം ഇങ്ങനെയൊക്കെ കയറുമ്പോൾ ഇച്ചിരി ശ്വാസം പിടിപ്പുണ്ട്. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കണ്ട കേട്ടോ. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരിക്കുന്നത് നമ്മുടെ കൂടെ വന്നവരൊക്കെ എങ്ങോട്ടൊക്കെയോ പോയി. ഇപ്പം ഞങ്ങൾ 4 പേരും ഇവിടെ നിന്ന് റീൽസൊക്കെ എടുത്ത് ഞങ്ങൾ 4 പേരും കൂടെ ഇവിടെ നിൽക്കുക. കൂടെ വന്നവരൊക്കെ എങ്ങോട്ടാണോ എന്തോ എവിടെയൊക്കെയോ പോയി. ഇനി തിരക്കി കണ്ടുപിടിക്കണം. കുറേ ചെടികൾ നിരനിരയായിട്ട് വെച്ചേക്ക് നല്ല ഭംഗിയുണ്ട്. കണ്ടോ കൂട്ടുകാരെ, അങ്ങറ്റം വരെയുണ്ട്. നോക്കത്ത കണ്ണ് നമ്മളെ കണ്ണിൻ്റെ അങ്ങെത്ത്. കൂട്ടുകാരെ, നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഇത്രയും മുകളിൽ കയറി ഈ വ്യൂ കാണിച്ചു തരുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ഇതൊക്കെ കാണണ്ടേ. അപ്പോൾ അവരൊക്കെ വരണം. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരികളൊക്കെ നിൽക്കുന്ന കൂട്ടുകാരെ ദൂരെ ഒരു ഇച്ചിരിയായിട്ടേ കാണുന്നുള്ളൂ. ദൂരെ നിൽപ്പുണ്ട്. ഇനി നമ്മൾ അങ്ങോട്ട് പോവാം. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ നിൽക്കുന്നു കൂട്ടുകാരെ. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം. അങ്ങനെ എല്ലാവരെയും കണ്ടുമുട്ടി. പിന്നെ സെൽഫിയായി. കയ്യിലല്ല ഫോട്ടോയില്. ഫോട്ടോ എടുത്തില്ല. നമ്മൾ പൈൻമരം കാണാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കൂട്ടുകാരെ. ധാരാളം പൈൻമരങ്ങൾ അടുങ്ങി നിൽക്കുന്നത് കാണുന്ന കാഴ്ച കണ്ടില്ലേ നിങ്ങൾ? നല്ല ഭംഗിയുണ്ട്. റീലെടുക്കാനൊക്കെ പറ്റിയൊരിടം തന്നെയാണ്. സീസൺ അല്ലാത്തത് കൊണ്ടായിരിക്കണം വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. അത്യാവശ്യം ആളുകളൊക്കെ ഉള്ളായിരുന്നു. അതുകൊണ്ട് കുറച്ച് നമ്മൾ നടന്നങ്ങ് ക്ഷീണിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങളവിടെയൊക്കെ ഇരുന്ന് പിന്നെ പാട്ടൊക്കെ പാടി റീലൊക്കെ ചെയ്തും അങ്ങനെ നിന്നു. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് കണക്ക് കച്ചവടക്കാരുണ്ട്. അപ്പോൾ അവിടെ കൂളിംഗ് ഗ്ലാസും വാങ്ങിച്ചു. 230 രൂപയായി. ഭയങ്കര വെയിൽ കൂട്ടുകാരെ. അങ്ങനെയാണ് വാങ്ങിയത്. അപ്പോൾ എല്ലാവരും വാങ്ങിക്കുന്നുണ്ട്. നല്ല കൂളിംഗ്. നല്ല കൂളിംഗ് കണ്ണേ. ഹലോ, ഇപ്പൊ
ഇതേ കണക്ക് തന്നെ അവിടെ. പിന്നെ റീലെടുക്കുന്നവർക്ക് കൊള്ളാം. കൊളസ്ട്രോളൊക്കെ കുറയുന്ന ലക്ഷണമൊക്കെ ഉണ്ട്. ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് കൊളസ്ട്രോൾ. ഇപ്പോൾ ഞങ്ങൾ തേര് കയറുകയാണ്. ഞങ്ങൾ പൈൻ മരങ്ങൾക്ക് ഇടയിൽ നിന്ന് ഷൂട്ടൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തേര് കയറുകയാണ്. ശ്വാസം മുട്ടുന്നു കൂട്ടുകാരെ, ശ്വാസം മുട്ടുന്നു. നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു തീർന്നു. ഇനി നമുക്ക് പരുന്തുംപാറയിലോട്ട് പോകാം. അപ്പോൾ ഇനി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. വാ കൂട്ടുകാരെ.